കർത്താവെ ആത്മീകമായി ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ, ശാരീരികമായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുമാറണം. എല്ലാവരും കൃത്യസമയത്ത് കർത്താവ് അറ്റൻഡ് ചെയ്യാൻ സഹായിക്കണം. എല്ലാ തടസ്സങ്ങളും മാറ്റിമാറണം. ഇടങ്ങളോട് ഒരുമിച്ച് കർത്താവ് അനേക സഹോദരിമാരെ ദിവസങ്ങളെ കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനോർത്ത് സ്തോത്രം. ദൈവത്തിന്റെ കൃപ കൂടി ഇതിനെ അനുഗ്രഹിച്ചിരിക്കാൻ ശ്രദ്ധിക്കുന്നു. എന്നായിട്ടിരിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും ചന്തോചിതമായി ചെയ്യുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ആത്മീയവർദ്ധനയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ സഹായിക്കുകയും ചെയ്യുമാറാണ്. ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു പാട്ട് പാടാം. പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി പാടി ആരാധിക്കാം. അതിനായിട്ട് പാടാൻ നമ്മെ മറന്നു നമ്മൾ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാമേശ്വരാജനെ, പാടാം നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാമേശ്വരാജനെ. ഈ ഒരാഴ്ച നമുക്കുള്ള സോദര ദൈവത്തെ ആരാധിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ള സോദര ദൈവത്തിനായി ജീവിക്കാം. നന്മയ്ക്കായി മാത്രം യേശു ചെയ്യുന്നെല്ലാം, കഷ്ടതയിൽ നമ്മെ താൻ കൈവിടുമോ. നന്മയ്ക്കായി മാത്രം യേശു ചെയ്യുന്നെല്ലാം, കഷ്ടതയിൽ നമ്മെ താൻ കൈവിടുമോ. പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കുന്നു. പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ നമുക്കുള്ള സോദര ദൈവത്തെ നമുക്കുള്ള സോദരി ദൈവത്തിനായി ജീവിക്കാം. നിരാശപ്പെടാൻ കാര്യം പറ്റുണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. നിരാശപ്പെടാൻ കാര്യം പറ്റുണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്കുള്ള സോദര ദൈവത്തെ ആരാധിക്കാം. നമുക്കുള്ള സോദരി ദൈവത്തിനായി ജീവിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ള സോദര ദൈവത്തെ ആരാധിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ള സോദരി ദൈവത്തിനായി ജീവിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെയും അറിയിക്കുന്നു. സഹോദരിമാരെ ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാം ഷീറ്റ് വായിക്കാം. അതിനുശേഷം നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ സങ്കീർത്തന വായന സോഫി സിസ്റ്റർ, റിപ്പോർട്ട് വായന സിസ്റ്റർ ഷൈല ബെന്നി, മധ്യസ്ഥ പ്രാർത്ഥന സിസ്റ്റർ ബേബിക്കുട്ടി സണ്ണി, ബൈബിൾ റെഫറൻസ് സിസ്റ്റർ സിനി ബാബു, ചെറുകഥ സിസ്റ്റർ ലത ഷാജി, ഭാവന സിസ്റ്റർ ഷൈല ബെന്നി, സ്പെഷ്യൽ പ്രോഗ്രാം സിസ്റ്റർ ജെസി ജോർജ്, മെസ്സേജ് സിസ്റ്റർ ബിന്ദു രാജൻ. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഉള്ളത്. പ്രോഗ്രാം തന്നിട്ടുള്ള എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ സങ്കീർത്തന വായന പ്രബോധനത്തിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ സമയം എല്ലാവരും തക്കത്തിന് ഉപയോഗിക്കണം. ഒത്തിരി ടൈം എടുത്താലും നമ്മളെല്ലാവരും ഒത്തിരി 9 മണി വരെയാണ് ടൈം. 9:10 തന്നെ നമുക്ക്
തീർത്തില്ലെങ്കിൽ വീട്ടിലെല്ലാവർക്കും ബുദ്ധിമുട്ട്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അപ്പൊ നമ്മൾ കൃത്യസമയത്ത് എല്ലാം ശാന്തോചിതമായി തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്തിന് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സങ്കീർത്തന വായനയ്ക്ക് 10 മിനിറ്റ് ആണ്. 10 മിനിറ്റ് കൊണ്ട് സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അതിനെ സങ്കീർത്തന വായനയ്ക്ക് വേണ്ടിയിട്ട് സോഫി സിസ്റ്ററെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശ്രമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് 61 സങ്കീർത്തനം വായിക്കാം. ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം ക്ഷീണിക്കുമോ, ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരമായിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിന്റെ ചെറിയ മരവിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ, നീ എന്റെ നേർച്ചകളെ കേട്ടു. നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം തന്നിരിക്കുന്നു. നീ രാജാവിന്റെ ആയുസ്സിനെ ദീർഘമാക്കും. അവന്റെ സംസാരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. അവനെ നേക്കും ദൈവത്തിനെ വസിക്കും. അവനെ പരിപാലിക്കാൻ ദയും വിശ്വസം കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എന്റെ നേർച്ചകളെ നാൾത്തോറും കഴിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്റർനാഷണൽ ലേഡീസ് മീറ്റിംഗിലെ എല്ലാ ഭാരവാഹികൾക്കും സൂമിലായിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുന്നു. 61 സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് ദാവീദിന് കൂടി അറിയിച്ച ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. 61 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ തന്നെ ദാവീദ് നിലവിളിക്കുന്ന ഒരു അനുഭവത്തിനെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ. സാധാരണ ഒരു കരച്ചിലോ സാധാരണ ഒരു വിഷയമായിട്ടല്ല ദാവീദ് ദൈവത്തിന് കടന്നു വന്നിരിക്കുന്നത്. കാരണം നിലവിളിയാണ്. സാധാരണ നമ്മളൊരു വിഷയം വന്നാൽ അത് കരച്ചിലോടെ ദൈവത്തിന് കടന്നു ചെല്ലാം. എന്നാൽ നിലവിളിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് ആ ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. 2-ാം വാക്യത്തെ കുറിച്ച് മാത്രം ചില കാരണം നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം സംസാരിച്ച് സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2-ാം വാക്യം, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് തന്നെ വിളിച്ചപേക്ഷിക്കും. നമ്മുടെ ഹൃദയം പലപ്പോഴും ദാവീദിന്റെ ഹൃദയം ക്ഷീണിച്ചതുപോലെ തന്നെ നമ്മൾ മനുഷ്യനാണല്ലോ, നമ്മുടെ ഹൃദയം പലപ്പോഴും ക്ഷീണിക്കാറുണ്ട്. അതിന്റെ കാരണത്തെ കുറിച്ച് നമുക്ക് ചില വാക്കുകൾ ചിന്തിക്കാം. ഒന്നാമതായി നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്നതിന് കാരണം വഴി നിമിത്തമാണ്. അത് ഇസ്രായേൽ ജനത്തിനും സംഖ്യാപുസ്തകം വാക്യമെടുത്ത് വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ കാണുന്നു. ഇസ്രായേൽ ജനം വഴി നിമിത്തം അവരുടെ മനസ്സ് ക്ഷീണിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും മനസ്സ് വഴി നിമിത്തം നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തുവാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ സമയത്ത് സംഭവിക്കാതിരിക്കുമ്പോൾ ആ ജീവിതയാത്രയിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ നിമിത്തം പലപ്പോഴും നമ്മുടെ ഹൃദയം ക്ഷീണിക്കാറുണ്ട്. അപ്പോൾ ദാവീദ് ചെയ്തതുപോലെ നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം, നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ആ ക്ഷീണം മാറുവാൻ ദൈവമക്കൾക്ക് വേറൊരു മരുന്നുമില്ല. അതിന് പരിഹാരം ദൈവത്തിനിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് ആ ഹൃദയ ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തും നമ്മൾ ഏത് സാഹചര്യം എവിടെയായിരുന്നു ഭൂമിയുടെ ഏത് ഭാഗത്തിരുന്നാലും നിലവിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം ദാവീദിന്റെ പ്രാർത്ഥന കേട്ടതുപോലെ തന്നെ നമ്മുടെയും ഹൃദയം ക്ഷീണിക്കുന്ന നിമിത്തം നമ്മുടെ ജീവിതയാത്രയിൽ വരുന്ന പ്രതിസന്ധി നിമിത്തം നമ്മൾ ദിവസനെ നിലവിളിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. രണ്ടാമതായി നമുക്ക് സങ്കീർത്തനം 6-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വൈരികൾ നിമിത്തം എന്റെ ഹൃദയം ക്ഷീണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ ശത്രുക്കൾ നിമിത്തം പലപ്പോഴും നമ്മളെ അപായപ്പെടുന്ന മനുഷ്യരല്ല നമ്മുടെ ശത്രുക്കൾ ഈ ലോകത്തിന്റെ ദൈവമാണ് നമ്മുടെ ശത്രു. പലപ്പോഴും നമ്മളെ വിഴുങ്ങിക്കളയുമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ അതിനെ അതിജീവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ശത്രുവായ നമ്മളെ ഇല്ലായ്മ ചെയ്യുമോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ക്ഷീണിക്കാറുണ്ട്. അപ്പോഴും ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്, അതിന്റെ അവന്റെ ചിറകൻ മറവിൽ നമ്മൾ ശരണം പ്രാപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശത്രുവായി നമ്മളെ വിഴുങ്ങിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരമായിരിക്കുന്നുവല്ലോ. ഉറപ്പായ ഒരു ഗോപുരമായി കർത്താവ് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ, നമുക്ക് വഴികാട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ക്ഷീണിക്കേണ്ടത് ആവശ്യമില്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എന്നെ സങ്കേതമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വൈരികൾ നിമിത്തം നമ്മൾ ഭാരപ്പെടുമ്പോൾ, നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നമുക്ക് നോക്കുവാൻ ഒരിടമുണ്ട്. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുവാൻ
അവരോട് ചെന്ന് കയറി ചെല്ലുവാൻ ഒരു ഗോപുരമായിട്ട് കർത്താവുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ ഭാരപ്പെടണം? നമ്മുടെ ഹൃദയം ക്ഷീണിക്കേണ്ടത് ആവശ്യമില്ല. മൂന്നാമതായി നമ്മൾക്ക് 119 സങ്കീർത്തനം അതിന്റെ 82 വാക്യത്തില് ഇങ്ങനെ കാണുന്നു, വാഗ്ദത്തങ്ങൾ താമസിക്കുമ്പോൾ ഹൃദയം ക്ഷീണിക്കുന്നു എന്ന്. ഇതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. പലപ്പോഴും പല വാഗ്ദത്തങ്ങളും ദൈവം നമ്മോട് ചെയ്തിട്ടുണ്ട്, എന്നാൽ പലതും സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പലപ്പോഴും നമ്മൾ അവിശ്വാസികളാണ്. പിന്നെ ഇനിയും ദൈവം നമ്മളോട് ചെയ്ത വാഗ്ദത്തങ്ങൾ അത് പൂർത്തീകരണത്തിൽ എത്തുമോ, അത് സംഭവിക്കുമോ എന്ന് പലപ്പോഴും നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ക്ഷീണിക്കുവാൻ കാരണമായി തീരും. എന്നാൽ ദൈവത്തിന്റെ വചനം 61 സങ്കീർത്തനത്തിൽ തന്നെ 7-ാം വാക്യത്തിൽ അവനെ എന്നേക്കും ദൈവത്തിനെ വർഷിക്കും, അവനെ പരിപാലിക്കേണ്ട ദയയും വിശ്വസിയും കൽപ്പിക്കണമേ. ഈ വിശ്വസ്ത കൽപ്പിക്കുന്ന ഒരു ദൈവമാണ്, ദയ കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളോട് ചെയ്ത വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം കാണുവാൻ ദൈവം നമ്മളെ തീർച്ചയായിട്ടും സാധിക്കും. അതിന് ദൈവം നമ്മളെ സഹായിക്കും. അതിനായി ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിക്കാൻ നമ്മൾ ദാവീദ് നിലവിളിച്ചതുപോലെ ശത്രുക്കൾ നിമിത്തമോ ഏത് വഴി നിമിത്തമോ ഏത് വന്നാലും കർത്താവായ യേശുക്രിസ്തുവിന്റെ ചിറകിൻ മറവില നമ്മൾ ശരണം പ്രാപിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ രക്ഷിക്കുവാൻ ശക്തനായ ദൈവമാണ്. നമ്മൾ നിലവിളി കേട്ട് മാറി കടന്നു പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് പല ജീവിതത്തിന്റെ സൂമിലായിരിക്കുന്ന ഓരോ സഹോദരിമാർക്കും പല അനുഭവങ്ങളും ഉണ്ടായിരിക്കാം. എന്റെയും ജീവിതത്തിൽ ഈ 61 സങ്കീർത്തനം പലപ്പോഴും ജീവിതത്തെ ആശ്വസിപ്പിക്കുകയും ജീവിതത്തിലെ ഹൃദയത്തിൽ ക്ഷീണം കടന്നു വന്നപ്പോൾ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സങ്കീർത്തനം വായിക്കുവാൻ ഇടയായി തീർന്നത്. എന്റെ ജീവിതത്തിലെ വലിയൊരു ആശ്വാസത്തിന്റെ ഒരു സങ്കീർത്തനമാണ് ഈ 61 സങ്കീർത്തനം. ഹൃദയം ക്ഷീണിച്ചപ്പോൾ ദാവീദ് നിലവിളിച്ചതുപോലെ നമുക്കും ഈ ദിവസങ്ങളെ ദൈവത്തോട് അടുത്തിയല്ല ആ ചെറുകൻ മറവിൽ നമുക്കും ശരണം പ്രാപിക്കാം. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ പ്രാർത്ഥനയിൽ നമുക്ക് അധികമായി പോരാടും. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നത്. ഇതിന് അവസരം തന്ന എല്ലാ പ്രവർത്തകരോടും നന്ദി സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിനിരിക്കുന്ന ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം സർവീസസിനോട് നമുക്ക് കേൾക്കുവാൻ. ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിലവിളിക്കുന്നു ഉള്ള 61 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. അതുപോലെ എന്തുകൊണ്ടാണ് ഹൃദയം ക്ഷീണിക്കുന്നത്? ഹൃദയം ക്ഷീണിക്കുന്നത് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം പറഞ്ഞു, ഒരു വഴി നിമിത്തമാണ് ഹൃദയം ക്ഷീണിച്ചത്. അതുപോലെ നമ്മളുള്ള വാഗ്ദത്തങ്ങൾ താമസിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്നു. അതുപോലെ വൈരികൾ നിമിത്തം നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്നു. അങ്ങനെ പലപ്പോഴും നമ്മുടെ മാനുഷികമായ ചിന്തയിലും മാനുഷികമായ ജീവിതത്തിലും നമ്മൾ ഓരോരുത്തരും നിലവിളിച്ചിട്ടുള്ളവരും നമ്മൾ മാനസികമായിട്ട് തകർന്നിട്ടുള്ളവരും നിരാശപ്പെട്ടിട്ടുള്ളവരുമാണ്. എങ്കിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രമിക്കുന്ന ഭക്തനെ ദൈവം തക്ക സമയത്ത് വിടുവിക്കുകയും അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി സഹായിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം എന്ന ആ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനും രുചിച്ചറിയുവാനും ദൈവം സഹായിച്ചു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പലവിധമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നിരാശപ്പെടാതെ പതറിപ്പോകാതെ ദൈവത്തിൽ തന്നെ പൂർണ്ണമായി ആശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മൾ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. എത്രത്തോളം സഹായിച്ച ദൈവം നന്ദിയോട് സ്തുതിക്കുന്നു. തുടർന്ന് നമുക്ക് റിപ്പോർട്ട് വായനയ്ക്കായിട്ട് നമ്മുടെ സെക്രട്ടറി ശൈല സിസ്റ്ററെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ക്രൈസ്ത ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ജാൻസി ജെയ്സൺ സിസ്റ്റർ, അതുപോലെ നമ്മുടെ ലേഡീസ് മീറ്റിംഗിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മേരിക്കുട്ടി ആന്റി, മറ്റ് ഭാരവാഹികൾ, സൂമിലായിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. 4/3/2024 ലേഡീസ് മീറ്റിംഗിന്റെ റിപ്പോർട്ട്. 4/3/2024 ലേഡീസ് മീറ്റിംഗ് സിസ്റ്റർ ബിന്ദു രാജന്റെ അധ്യക്ഷതയിൽ കൂടി. സിസ്റ്റർ ബിന്ദു രാജൻ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. തുടർന്ന് സിസ്റ്റർ ജെസ്സി ജോർജ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് പാടി ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തു. അതിനുശേഷം സിസ്റ്റർ ജെസ്സി ജോർജ് 138 സങ്കീർത്തനം വായിച്ചു പ്രബോധിപ്പിച്ചു. തുടർന്ന് സിസ്റ്റർ ഷൈല ബെന്നി കഴിഞ്ഞ ആഴ്ചയിലെ ലേഡീസ് മീറ്റിംഗിന്റെ റിപ്പോർട്ട് വായിച്ചു. സിസ്റ്റർ മേരിക്കുട്ടി ആന്റി റിപ്പോർട്ട് പാസ്സാക്കി. സിസ്റ്റർ ലത ഷാജി പിന്താങ്ങുകയും ചെയ്തു. അതിനുശേഷമായി സിസ്റ്റർ മേരിക്കുട്ടി ചെറിയാൻ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്തു. സഹോദരിമാർ വിഷയങ്ങൾ ഏറ്റെടുത്തു പ്രാർത്ഥിച്ചു. തുടർന്ന് സാറാമ്മച്ചി മനോഹരമായ ഒരു പ്രത്യാശ ഗാനം പാടി. അതിനുശേഷമായി സിസ്റ്റർ ലത ഷാജി അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപന്യാസം പറഞ്ഞു. തുടർന്ന് സിസ്റ്റർ ജെസ്സി ജോർജ് സ്പെഷ്യൽ പ്രോഗ്രാം നടത്തി. തുടർന്ന് സിസ്റ്റർ മേരി ജോർജ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തെ ആസ്പദമാക്കി അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് പറയുകയുണ്ടായി. അതിനുശേഷമായി സിസ്റ്റർ സാറാമ്മ ചെറിയാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നു. പാസ്സാക്കാമെങ്കിൽ ഒരാൾക്ക് പാസ്സാക്കാം, ഒരാൾക്ക് പിന്താങ്ങാം. റിപ്പോർട്ട് പാസ്സാക്കാമോ? കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നവരെ ഒരാൾ പാസ്സാക്കുകയും മറ്റൊരാളെ പിന്താങ്ങുകയും ചെയ്യുക. ഭേദഗതി ഉണ്ടെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ ഉടനെ പാസ്സാക്കാം. പെട്ടെന്ന് പാസ്സാക്കുകയും പിന്താങ്ങുകയും ചെയ്താൽ നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാം. എല്ലാവരും മൗനതയിലാണല്ലോ.
അപ്പൊ ഞാൻ റിപ്പോർട്ട് പാസ്സാക്കി. ഓക്കെ, ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ. മനോഹരമായ റിപ്പോർട്ട് അവതരിപ്പിച്ച പ്രിയ ശൈല സിസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. റിപ്പോർട്ട് എല്ലാം കൃത്യമായിട്ട് എല്ലാ പ്രോഗ്രാമും നല്ല രീതിയിൽ തന്നെ എഴുതി അവതരിപ്പിക്കുന്നതിന് ദൈവനാമത്തിൽ സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് ദൈവം സഹോദരി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ദേവിക്കുട്ടി സിസ്റ്ററെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയിലെ സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ ചൊല്ലുന്നു. നമുക്ക് ദൈവത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകം നമ്മുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കാം. മിനിസ്ട്രി പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി, വലിയ ദൈവപ്രവൃത്തി മിനിസ്ട്രി കൂടെ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ അനേക ഇടങ്ങളിൽ, അനേക രാജ്യങ്ങൾ, ദിവസങ്ങളിൽ വ്യാപിക്കുവാൻ തക്കവണ്ണം സ്വർഗം അവിടുന്ന് ഇടയാക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് ഒരാൾക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ നല്ല പിതാവേ, പറയപ്പെട്ട വർഷത്തെ ദിവസത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ദിവസങ്ങളിൽ മിനിസ്റ്ററുടെ പ്രവർത്തനങ്ങളെല്ലാം വിശാലമാക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാണെന്നത്. ഹല്ലേലൂയ. ദൈവമേ, മിനിസ്റ്ററുടെ അനേകം കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവവിടയാക്കുമാറാണ് കർത്താവെ. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. നേതൃസ്ഥാനം വഹിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും കർത്താവ് ശിസ്തയുടെ ഉത്തരവാദിത്തോടെ ദൈവം ഏൽപ്പിച്ച കർത്താവ് വേലകളെല്ലാം വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പരിദിനങ്ങൾ കർത്താവ് ശക്തമേറുന്നതിൽ കർത്താവ് നയിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് വിഷയങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ സ്തോത്രേശു നാം തന്നെ. കർത്താവ് പ്രാർത്ഥനയിട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. വീണ്ടും പ്രാർത്ഥിക്കാം. ഇതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന തോമസ് അങ്കിളിനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. ദാസിനെ കുടുംബമായി അനുഗ്രഹിക്കേണ്ടതിനായി, ആയിരിക്കുന്നിടത്ത് ദൈവം സൂക്ഷിക്കേണ്ടതിനായി, കർത്താവിന് വേണ്ടി ദിവസങ്ങൾ അധികമായി പ്രയോജനപ്പെടുവാൻ ദൈവോട് ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. മേരിക്കുട്ടി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദാനമായി കൊടുത്ത തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അമ്മച്ചിക്കായി പ്രാർത്ഥിക്കാം. കുടുംബമായി ദൈവം വരെ അനുഗ്രഹിക്കേണ്ട അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സാധിപ്പിച്ചു കൊടുക്കേണ്ടതിനായി നമുക്ക് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബമായി ദൈവം വരെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. അതുപോലെ ജനറൽ സെക്രട്ടറി കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. ജോയിന്റ് സെക്രട്ടറി കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. 14 ജില്ലയിലെ കോർഡിനേറ്റേഴ്സ്, അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മിനിസ്ട്രിയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി, മിനിസ്ട്രി ദൈവം അനുഗ്രഹിക്കേണ്ടതിന്, അതിന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന്, ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവശക്തമായ ദിവസങ്ങൾ ഉപയോഗിക്കേണ്ടതിനായി നമുക്കൊരാൾക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്ന നെറ്റ് ഇവിടെ മഴയുടെ ഇതാണ്. സോറി, കട്ടായ ക്ഷമിക്കുക. ആരെങ്കിലും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. വാക്യത്തിന് വിശ്വസനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പറയപ്പെട്ട വിവരങ്ങൾ ഏൽപ്പിക്കുന്നു. ഞാൻ ദാസിനെയും കുടുംബത്തെയും വിവരങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവേ. നിന്റെ സന്നിധിയിൽ ദാസിനെ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളൊക്കെയും അതിന്റെ അവിശ്വാസപരമായ ദാസനെ നടത്തുക പ്രയാസന അനുഭവത്തിൽ കൂടെ കടന്നുപോയെങ്കിലും ദൈവം കൊടുത്ത വിടുതലിനും ആശ്വാസനായ സ്തോത്രം. വിദ്യയും ദൈവങ്ങളിൽ കർത്താവേ, നീ അവിടെ നിന്ന് നിലനിർത്തുമാറാകണമേ. കൂട്ടായി കൊടുത്ത ദാസിനെ അനുഗ്രഹിക്കണമേ. സകലമായ ശരീര അസ്വസ്ഥതകൾ പരിപൂർണ്ണ വിടുതൽ ദാസിക്ക് നൽകുമാറാകണേ. ദൈവീയ പ്രത്യാശകളോട് നിന്ന് നിറയ്ക്കുമാറാകണമേ. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൈതലിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ ബാലാശ്രയം ബലങ്ങളെ വിടുവിക്കുമാറാകണമേ. പൈതലിനായ സ്തോത്രം. അനുഗ്രഹിയുടെ ഭാവി നൽകി മാനിക്കണമേ. പ്രിയ മാതാവിനെ ബലപ്പെടുത്തണമേ. അവരുടെ ജോലി കാര്യങ്ങൾ സിസ്റ്റർക്ക് നെറ്റ് പോയി വെച്ചാൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാവേ.
ദൈവമേ സ്തുതിക്കുന്ന കർത്താവ്, വീണ്ടും കർത്താവ് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വന്നിരിക്കുന്ന കർത്താവ് പറയപ്പെട്ട വിഷയങ്ങൾ ദൈവമേ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവെ, നിങ്ങളെ പ്രസിഡന്റായിരിക്കുന്ന കർത്താവെ ഹലത്തും സിസ്റ്ററും കുടുംബയോട് അനുഗ്രഹിക്കുന്ന സ്തോത്രം. എല്ലാ വിഷയങ്ങളും അതിന്റെ ദൈവത്തിന് കരം കൂടിയിരിക്കും ജോർസുമായി ഉയർത്തുകയും ചെയ്യുമ്പോൾ മിനിസ്റ്റർ പ്രവർത്തനങ്ങളെ ശക്തിയെ ചെയ്യാൻ സഹായിക്കണം. വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവെ ബിനു ഒക്കെ മാധ്യമോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് കുടുംബയെ അവിടുന്ന് അനുഗ്രഹിക്കുവാനും ദിവസങ്ങളെ ശക്തമായി ശുശ്രൂഷിക്കുന്ന നേതൃത്വം കൊടുക്കുവാനും കാര്യങ്ങളെല്ലാം കർത്താവെ ചെയ്യുവാനും കർത്താവ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ദൈവം ഇവിടുന്ന് സഹായിക്കണം. അതിന്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയും ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവ് ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം മുൻപേ കടന്നു ചെയ്യുന്ന ദുർഘടങ്ങളെ സമഭൂമിയാക്കി മാറ്റി ദൈവത്തിന്റെ കരം അനുകൂലമായി കൂടിയിരുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചിത കർത്താവെ ഹാലളിയ ദൈവം സ്തുതിക്കുന്ന കർത്താവെ സെക്രട്ടറി ആയിരിക്കുന്ന സന്നിമതേ പാസ്റ്റർ കർത്താവ് കുടുംബമായി ദൈവം ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കത്തോളം കർത്താവ് പ്രവർത്തനങ്ങളെല്ലാം കർത്താവിനെ തുടങ്ങാൻ സാധിച്ചു. നിന്റെ മകനെ തുറന്ന് കർത്താവിനെ അനുഗ്രഹിക്കുമാറാകണം. കർത്താവ് ദൈവത്തിന്റെ കൃപയെ സൂക്ഷിപ്പും കൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്ന കർത്താവെ അതുപോലെ കർത്താവെ ഹാലളിയ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവ് ജോസഫ് ചാക്കോ പാസ്റ്റർ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുമാറാണ്. ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും കൂടി ഇരുന്ന് അനുഗ്രഹിക്കുമാറാകണം, സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്ന കർത്താവ് നല്ല കർത്താവ് ജില്ലാ കോർഡിനേറ്റേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കോർഡിനേറ്റേഴ്സ് ഇല്ലാത്ത കർത്താവ് ഡിസ്ട്രിക്റ്റുകളും കർത്താവ് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും, സഹായിക്കണമായിരിക്കുന്ന എല്ലാ കോർഡിനേറ്റേഴ്സിനും കുടുംബയോട് അനുഗ്രഹിക്കണം. ഒരു കുടുംബമായി കർത്താവ് ദിവസങ്ങളെ കർത്താവ് ശക്തമായി ശുശ്രൂഷിക്കുന്ന നേതൃത്വം കൊടുക്കുന്നവരായി തീരുന്ന ഓരോരുത്തരും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാണ്. മെന്റേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന ഡയറക്ടേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുമാറാണ്. അതുപോലെ കർത്താവ് ഹല്ലേലൂയ ട്രിനിറ്റി കുടുംബാംഗങ്ങളെ പേരുവരായി ദൈവം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളെ ആത്മീയമായി ഭൗതികമായി ശാരീരികമായി അനുഗ്രഹിക്കപ്പെട്ടവരെ തിരുവ സഹായിക്കണം. ദിവസങ്ങളെ കർത്താവ് ശക്തമായി ശുശ്രൂഷിക്കുന്ന നേതൃത്വം കൊടുക്കുന്നവരെ തിരുവൻ എല്ലാവരും അവിടുത്തെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരുടെ ദൈവങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വീണ്ടും പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അവിടെയൊക്കെ വചനം കടന്ന എല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ദിവസങ്ങളിൽ ദൈവദാസന്മാരെ കർത്താവിന്റെ വചനം അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വടക്കേ ഇന്ത്യ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പലവിധമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഈ ദിവസങ്ങൾ അനേക ദൈവദാസന്മാരും ദൈവജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ ദൈവം ഒരു അറുതി വരുത്തേണ്ടതിനായി സുവിശേഷ വിരോധികളൊക്കെ ദൈവം സന്ദർശിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിൽ പോലും ജീവിതത്തിൽ സുവിശേഷ വിരോധികൾ എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയിലാണ്. ദൈവം അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതിനായി അവർക്കൊക്കെ ഒരു മാനസാന്തരം കൊടുക്കേണ്ടത്, യഥാർത്ഥമായി ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന വിഷയത്തെ ഓർത്തുകൊണ്ട് ഒരാൾക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ദൈവസന്നിധിയിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, പ്രിയ സസ് പറഞ്ഞതായ വിഷയങ്ങളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമാണ് കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, സുവിശേഷ വിരോധികൾ കർത്താവേ, ഞങ്ങളുടേതായ കർത്താവേ സംസ്ഥാനങ്ങളിലും വടക്കേണ്ട പ്രദേശത്തെല്ലാം വളരെയധികം കർത്താവേ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവമാണ് കർത്താവിന്റെ കരം നീട്ടി ദൈവമേ ഹല്ലേലൂയ. അതിന്റെ എല്ലാം മധ്യത്ത് കർത്താവിന്റെ ദാസന്മാരെ ദൈവജനത്തെ എല്ലാം വെടിവെച്ച് കാത്തുകൊള്ളുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകര് ദൈവമേ നാളിൽ കർത്താവിന്റെ വചന നിമിത്തം കർത്താവെ ഹല്ലേലൂയ അവിടുത്തെ നാമനിമിത്തം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ, ഉപദ്രവമേറ്റുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ. അതിൽ നല്ല പൂർണ്ണമായ ഒരു മോചനം വിടുതലും ദൈവം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജയിലിലായിരിക്കുന്നവരെ മോചിപ്പിക്കണമേ കർത്താവെ, വിടുവിക്കണമേ കർത്താവെ. ശാരീരികവും മാനസികമായി വേദന അനുഭവിക്കുന്നവര്, കഷ്ടതയിലായിരിക്കുന്നവര് അവരെല്ലാം വിടുവിക്കണവരെ, കുടുംബാംഗങ്ങളെ കർത്താവെ ഹല്ലേലൂയ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ലോകരാജ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല സ്ഥാനങ്ങളിൽ കർത്താവെ, പല രാജ്യങ്ങളിലും ദൈവത്തിന്റെ വചന നിമിത്തം അനേകർ ഉപദ്രവിക്കപ്പെടുന്നില്ല കർത്താവെ. ദൈവമേ ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നീട്ടി അവരെല്ലാം വിടുവിക്കണമേ, ആശ്വസിപ്പിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ശത്രുവായുടെ കരങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേരള സംസ്ഥാനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ ദൈവമേ, ശത്രുവായുടെ പോരുകളെല്ലാം വളരെയധികം കർത്താവെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ നാളിൽ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ വഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിൽ ദൈവമക്കൾ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇവിടെയാക്കണവരെല്ലാം കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാം സഹിച്ച് ക്ഷമിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ ഇവിടെയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വിരോധികളുടെ മേലെ ദൈവം കരം നീട്ടണമേ. പൂർണ്ണമായ ഒരു മാനസാന്തര പാപവും കുറ്റവും അതെല്ലാം ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് സകലവും ഏൽപ്പിക്കുന്നു. വിട്ടുപോയി ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ കർത്താവിന്മേൽ പ്രവർത്തിക്കുമാറാകണമേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ദിവസങ്ങളില്
പരീക്ഷ നടക്കുന്നല്ലോ, 10ാം ക്ലാസ്സിൽ, അതുപോലെ +1 +2 പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പരീക്ഷയിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കേണ്ടതിനായി, നന്നായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതുക, ഉന്നതമായ വിജയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായി നമുക്ക് ദൈവത്തിന്റെ പ്രാർത്ഥന. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അനേക കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ രോഗികളായി ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ വിടുതലും ആശ്വാസം ദൈവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കും. വിവിധമായ രോഗങ്ങളാൽ ഭാരപ്പെട്ട് ആശുപത്രിയിലും ഭവനങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കും. 2 വിഷയത്തെ ഓർത്തുകൊണ്ട് ഒരാൾക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പരിശുദ്ധനാദിവമേ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുടെ തിരുനാമത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഇന്നലെ സമയത്തിനായി സ്തോത്രം. വിഷയങ്ങളുമായ പാന്നിന്റെ പാതപ്പെടുത്തെങ്കിലേക്ക് ഇടങ്ങൾ അടുത്തു വരുന്ന വൃത്തിയാൽ പറയപ്പെട്ട വിഷയത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ കല്ലൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വൃത്തിയാ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്തെടുങ്ങ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അവർ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ കർത്താവെ നന്നായി ഓർമ്മയിൽ തങ്ങി നിൽക്കുവാൻ, നന്നായി പരീക്ഷ എഴുതുവാൻ, നല്ല മാർക്കോടെ പാസ്സാകുവാൻ, ഉന്നതമായ ജീവിത പന്താവിൽ അവർ എത്തിച്ചേരുവാൻ തക്കണം. ദൈവമായി കർത്താവ് സഹായിക്കണം. അവർ കർത്താവെ അധ്വാനിച്ചതിന് കർത്താവ് അതിൻ്റെതായ സ്തോത്രം ഫലം ലഭിക്കുവാൻ തക്കണം. കർത്താവ് സഹായിക്കണമേ. ആവശ്യമായ ജ്ഞാനവും ബുദ്ധിയും പരിജ്ഞാനവും ദൈവകൃപ അവരുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിടുക പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടേയിരിക്കണമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങൾ അവരുടെ വിജയം കണ്ട് സന്തോഷിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന പ്രവൃത്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ രോഗികളെയും നീ സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അടിങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം ഊറ്റിയവനായ നല്ല കർത്താവ് എല്ലാ രോഗികളെ സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കല്ലൂരി ആസ്പത്രിയിലും ഭവനങ്ങളിലും ഒക്കെ വിശ്രമിക്കുന്നവരുണ്ട്. അവരൊക്കെ ദൈവം സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗക്കിടക്ക് മാറ്റി വിരിക്കുമാറാകണമേ. പൂർണ്ണമായി സൗഖ്യം വിടുതലും അവരുടെ ആശ്വാസം നീ അവർക്ക് കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയാക്കണം. തിരുനാമം മഹത്വമിടുകയാണ്. പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കായി സ്തോത്രം. എല്ലാ വിഷയത്തിന്മേലെ ദൈവം മറുപടി നിന്ന് സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രത്യേകമായ എന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ല എന്ന് തോന്നുന്നു. പ്രാർത്ഥന സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത സിസ്റ്ററെ, ഞാൻ എന്റെ മകളെ, എനിക്ക് ഇത് മ്യൂട്ട് ഓൺ ആക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ്. എന്റെ മകള് ആൻസി മോള് ഇന്ന് ആന്ധ്രയിലോട്ട് യാത്രയിലാണ്. അവള് BSc നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. ഈ റേഷൻ കാർഡ് മസ്റ്ററിങ്ങിന് വന്നിരുന്നു. അപ്പൊ അവള് അങ്ങോട്ട് യാത്രയിലാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് കയറിയത്. നാളെ എത്തിച്ചേരത്തുള്ളൂ. അവളുടെ യാത്ര സുഖകരമായിരിക്കാൻ വേണ്ടി, സുരക്ഷിതമായ യാത്രയ്ക്കായിട്ട് ദൈവമക്കളെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. ചുരുക്കമാതിരി. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായിരിക്കും നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ നല്ല പിതാവേ, അപ്പാ ഇപ്പോഴും വരെയും കർത്താവെ കൂടെ ഇരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട ആൻസി മോൾ യാത്രയിലായിരിക്കുന്നല്ലോ അപ്പ. ഹല്ലേലൂയ. ഈ സമയം യാത്രയിൽ കടന്നു പോകുമ്പോൾ കർത്താവെ നീ കൂടെ ഉണ്ടായിരിക്കണമേ. അവിടെ എത്തിച്ചേരുവോളം നിന്റെ ഒക്കെ സാന്നിധ്യം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യാത്രയുടെ നീളം മകളോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. എത്തിച്ചേർന്ന കർത്താവെ സുഖമായി ഞാൻ ഇവിടെ എത്തിച്ചേർന്നു എന്ന് കർത്താവെ ഒരു സാക്ഷ്യമായ ഇടങ്ങളിലേക്ക് അറിയിക്കുവാൻ തക്കവണ്ണം തന്റെ മാതാപിതാക്കളോട് അറിയിക്കുവാൻ തക്കവണ്ണം മകളോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ എല്ലാ കാലാവസ്ഥയും കർത്താവെ ഹല്ലേലൂയ അനുകൂലമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരിക്കണമേ, ശക്തിയിരിക്കണ ബലപ്പെടുത്തണമേ. തുണയായിരുന്ന കർത്താവെ നിന്റെ സാന്നിധ്യത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേട്ടുത്തരമല്ലേണം. ആമേൻ. ആമേൻ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന ദൈവത്തെ സ്തുതിക്കുക. അതുപോലെ ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥന വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ലീഡ് ചെയ്ത പ്രിയ ദേവകുട്ടി സിസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ പ്രാർത്ഥനയിൽ സഹായിച്ച പ്രിയ സഹോദരിമാരുടെ എല്ലാവരോടുള്ള സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മുടെ വിഷയങ്ങൾ മധ്യത്തിലെല്ലാം ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാനും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ ദൈവം ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. തുടർന്നുള്ള പ്രോഗ്രാം എല്ലാം 5 മിനിറ്റ് വെച്ച് എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം അതെല്ലാം നമ്മുടെ കൃത്യസമയത്ത് തീരത്തുള്ളൂ. ഇനി അടുത്തത് ബൈബിൾ റെഫറൻസ് ആണ്. ബൈബിൾ റെഫറൻസിന് വേണ്ടിയിട്ട് പ്രിയ സിനി സിസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അധ്യക്ഷനും കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവ് യേശുക്രിസ്തുവിൽ എന്റെ സ്നേഹവന്ദനം. എല്ലാവരും ബൈബിൾ എടുത്തെന്ന് വിശ്വസിക്കുന്നു. 1 ശമൂവേൽ 25
15. എന്നാൽ ആ പുരുഷന്മാർ ശരിയാ. യാക്കോബ് 3:10. സ്തോത്രം ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. ശരിയാ. യോന 4:9. ശമരിയ സ്ത്രീ അവനോട്. യോന 4:9. അതാ വായിച്ച്. യോനയാ. ദൈവം യോനയോട് അതാ ശരി. യോഹന്നാനെന്നാ കേട്ടെ. സോറി. സങ്കീർത്തനം 19:10. പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ. ശരി. ഗലാത്യർ 4:13. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങൾ ശരിയാ. ആവർത്തനം 32:28. അവർ ആലോചനയില്ലാത്ത ജാതി, അവർക്ക് വിവേക ബുദ്ധിയില്ല. ശരി. യൂദ അത് കറക്റ്റ് അല്ലേ? സഫന്യാവ് 3:14. ഏതാ? സഫന്യാവ് 3:14. സഫന്യാവ്. സിയോൺ പുത്രിയെ ശരി. എബ്രായർ 2:19. 18 വരെ ഉള്ളു. 19 ഇല്ല. എസ്തർ 4:16. നീ ചെന്ന് ഉള്ള എല്ലാ യഹൂദന്മാരെയും. ശരി. സങ്കീർത്തനം 119:143. കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു. ശരി. കറക്റ്റ്. എല്ലാവരും വായിച്ച നന്ദി പറയുന്നു. ഓക്കെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട വാശിയേറിയ ഒരു ബൈബിൾ റൺസ് നടത്തുവാൻ പ്രിയ ഹസന സിസ്റ്ററെ ദൈവം സഹായിച്ചു. പങ്കെടുത്തവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിയത് ബിന്ദു സിസ്റ്റർ ആണ്, 5 പോയിന്റ്. അടുത്തത് ശൈല സിസ്റ്റർ 3 പോയിന്റ്, നിഷ സിസ്റ്റർ 2 പോയിന്റ്. വ്യത്യാസമുണ്ടോ? ഞാൻ കണ്ടതിൽ അങ്ങനെയാണ്. പങ്കെടുത്ത എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് നമുക്കൊരു ചെറുകഥ കേൾക്കാം. ചെറുകഥയ്ക്കായിട്ട് പ്രിയ ലത സിസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലത സിസ്റ്റർ ഇല്ലേ? ഉണ്ട്. ചെറുകഥ ലത സിസ്റ്റർ. ചെറുകഥയുടെ ആള് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. അവിടെ നെറ്റ് പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് അടുത്ത് കഴിഞ്ഞിട്ട് വിളിക്കാവേ. അടുത്ത് നമുക്കൊരു ഭാവനയാണ്. ഭാവന അവതരിപ്പിക്കുന്നതിന് പ്രിയ ശൈല സിസ്റ്റർ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷയായിരിക്കുന്ന ജാൻസി സിസ്റ്റർ, എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ഭാവന ഞാൻ താലന്ത് ഷോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം 5 മിനിറ്റ് കൊണ്ട് നിർത്തേണ്ടത് കൊണ്ട് ഒരു ചെറിയ ഭാവനയാണ് ഞാൻ എടുത്തത്. ഓക്കെ, എന്റെ ഭാവനയുടെ പേര് ദൈവനിയോഗം തിരിച്ചറിഞ്ഞ കെരീത്തിലെ കാക്ക. പതിവിലും ഉത്സാഹത്തോടെയാണ് അന്ന് പഞ്ചമങ്കാട് ഉണർന്നത്. എന്താണെന്നോ, എല്ലാ വർഷവും നടത്തി വരാറുള്ള പക്ഷികളുടെ കലാമത്സരം അരങ്ങേറുന്നത് അന്നാണ്. കലാമത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ പക്ഷികളുടെ ഒരു നീണ്ട നിര തന്നെ രാവിലെ മുതൽ നിരന്നു കഴിഞ്ഞു. കരണാനന്ദകരമായി പാടുന്ന കുയിലും നയനമനോഹരമായി ആടുന്ന മയിലും പഞ്ചമി തത്തയും വണ്ണാത്തി പുള്ളുമെല്ലാം മുൻനിരയിൽ തന്നെ തങ്ങളുടെ കഴിവിന്റെ മാറ്റൊരുക്കാൻ എത്തിയിട്ടുണ്ട്. പരിപാടി തുടങ്ങാറായി എന്ന അനൗൺസ്മെന്റ് മുഴങ്ങിയപ്പോഴാണ് തൂപ്പുകാരിക്കാക്ക അവിടെ എത്തിയത്. ഇവൾക്കിവിടെ എന്ത് കാര്യം എന്ന മട്ടിൽ മറ്റ് പക്ഷികളെല്ലാം ഊറിച്ചിരിച്ചു. എന്റെ ഒരു പാട്ട്, തൂപ്പുകാരിക്കാക്ക വിനീതമായി പറഞ്ഞു. മൈക്കിനടുത്തിരുന്ന മൂങ്ങായ്ക്ക് അതത്ര പിടിച്ചില്ല. ഓ, നിന്റെ ഒരു പാട്ട്, കാക എന്നുള്ള നിന്റെ കറകറ ശബ്ദം കേൾക്കാൻ ഇവിടെ ആർക്കാണാവോ ഇഷ്ടം? മൂങ്ങ ചോദിച്ചു. എങ്കിലും അവസാനമായി പേരെഴുതി ചേർത്തു. പക്ഷികളെ കൊണ്ട് നിറഞ്ഞ സദസ്സിൽ ഓരോരുത്തർ താന്താങ്ങളുടെ പരിപാടികൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. കാണികൾ കരഘോഷത്തോടെ പ്രോത്സാഹിപ്പിച്ചു. അവസാനം കാക്കയുടെ ഊഴമായി.
കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും വശ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും വശ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിടും. ഈ വരികൾ തന്നാലാകും വിധം പാടിയിറങ്ങുമ്പോഴേക്കും സദസ്സിൽ നിന്ന് കൂക്കുവിളികൾ ഉയർന്നു. നിറകണ്ണുകളോടെ കാക്ക സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇടിവെട്ടുന്നത് പോലെ ആ ശബ്ദം പരിസരത്തെ പിടിച്ചു കുലുക്കിയത്. കാക്കേ, യോർദാന് കിഴക്കുള്ള കെരീത് തോടിനരികെ ഒളിച്ചിരിക്കുന്ന എന്റെ പ്രവാചകൻ ഏലിയാവിന് രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും എത്തിക്കുവാൻ ഞാൻ നിന്നെ നിയോഗിച്ചാക്കുന്നു. മറ്റു പക്ഷികൾ ഇതെന്താണ് എന്ന് ചിന്തിച്ച് അന്തം വിട്ടിരിക്കുമ്പോൾ ഉടയവന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ കാക്ക പറന്നുയർന്നു, തന്നെ നിയമിച്ചാക്കിയവന്റെ ദൗത്യം നിറവേറാൻ. അപ്പോഴേക്കും ഭക്ഷണപ്പൊതി തമ്പുരാൻ തന്റെ കയ്യിൽ എത്തിച്ചിരുന്നു. കെരീത്തിൽ പോയി തിരികെ വരുമ്പോഴേക്കും നേരം ഒത്തിരി വൈകിയാലോ? കൂട്ടിൽ കയറി കുഞ്ഞുങ്ങളോടൊന്ന് പറഞ്ഞിട്ടാകാം യാത്ര. തൂപ്പുകാരി കാക്ക ചിന്തിച്ചു. കൂടിനെ ലക്ഷ്യമാക്കി വേഗത്തിൽ യാത്രയായി. അമ്മയെ കണ്ട കാക്ക കുഞ്ഞുങ്ങൾ കാക്ക എന്ന് ഒച്ച വെച്ചു. തങ്ങളുടെ ഭക്ഷണപ്പൊതിയാണ് അമ്മയുടെ കയ്യിൽ നിന്ന് ചിന്തിച്ച മക്കൾ ആർത്തിയോടെ വായു തുറന്നു. മക്കളെ, ഇന്ന് നിങ്ങൾ വാക്യം പഠിച്ചോ? അമ്മ ചോദിച്ചു. അമ്മേ, ആദ്യം വലുത് താ, എന്നിട്ടാകാം വാക്യം. മക്കളെ, ഇന്ന് അമ്മയ്ക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അമ്മയുടെ കയ്യിലിരിക്കുന്ന പൊതിയിൽ എന്തുവാ? അവർക്ക് ജിജ്ഞാസയേറി. അത് തമ്പുരാൻ തന്റെ പ്രവാചകന് കൊടുക്കുവാൻ ഏൽപ്പിച്ച ഭക്ഷണപ്പൊതിയാ. എന്നാൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് തന്നുകൂടെ? ഇല്ല മക്കളെ, ചിലരൊക്കെ ചെയ്യുന്നത് പോലെ ദൈവം ഏൽപ്പിച്ചതിൽ നിന്ന് കുറെ എടുത്തു വയ്ക്കുവാൻ അമ്മയ്ക്കാവില്ല. അനന്യാസിന്റെയും സഫീറയുടെയും കഥ അമ്മ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്ക്, ദൈവം വഴി തുറക്കും. ആട്ടെ, വേഗം വാക്യം പറയൂ, എന്നിട്ട് വേണം അമ്മയ്ക്ക് പോകുവാൻ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അവൻ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരത്തെ കൊടുക്കുന്നു. മക്കൾ ഒരേ സ്വരത്തിൽ വാക്യം പറഞ്ഞു കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മക്കളെ, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയിൽ കിട്ടും എന്നും ബൈബിളിൽ പറയുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ആ കാക്ക ഹെരീദിനെ ലക്ഷ്യമാക്കി അതിവേഗം പറന്നുയർന്നു, തന്നെ നിയമിച്ചാക്കിയവന്റെ വേല നിറപടിയായി നിവർത്തിപ്പാൻ. പ്രിയ സഹോദരിമാരെ, നമുക്കും ദൈവം അനേകം കഴിവുകളും താലന്തുകളും ശുശ്രൂഷകളും ഒക്കെയും തന്നിട്ടുണ്ട്. നാം അതൊക്കെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താറുണ്ടോ? ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ വിശ്വസ്തയോട് നമുക്ക് ചെയ്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ ഭാവനയിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഭാവന അവതരിപ്പിച്ച പ്രിയ ശൈല സിസ്റ്ററുകൾ നന്ദി അറിയിക്കുന്നു. കാട്ടിലെ പക്ഷികളുടെ ഒരു മത്സരം, ആ മത്സരത്തില് കാക്കയുടെ വിശ്വസ്തത, കാക്ക വിശ്വസ്തയോടെ തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്തതിനെ കുറിച്ച് മനോഹരമായ രീതിയിൽ ഒരു ഭാവന അവതരിപ്പിച്ച പ്രിയ സിസ്റ്ററുകൾ നന്ദി അറിയിക്കുന്നു. നമ്മുടെ സഹോദരിമാരായ നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളായി വിശ്വസ്തയോടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടെ കൃത്യനിഷ്ഠയോടുകൂടെ ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് പോകാം. സ്പെഷ്യൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതായിട്ട് പ്രിയ ജെസ്സി സിസ്റ്ററെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമും 10 ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും എന്നോട് സഹകരിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാനൊരു 5 ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം ഈയിടെയായിട്ട് നമ്മൾ ഒട്ടും അതേ ടച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാനങ്ങ് എടുത്തതാണ്. അപ്പം എല്ലാവർക്കും ഒരു ഓർമ്മ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നത്തെ പ്രഭാത വേദ പുസ്തക വായന ഏതായിരുന്നു? അതായത് ജാൻസി സിസ്റ്റർ ഇട്ട ഓഡിയോ ആൻഡ് വീഡിയോ ഗ്രൂപ്പിലെ സദൃശവാക്യം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കറക്റ്റ്. പിന്നെ രണ്ടാമത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ലേഡീസ് ഗ്രൂപ്പിലെ വായന ഭാഗം ഏതാണ്? പറഞ്ഞു, അടുത്ത ആൾക്ക് പറയാം. പറഞ്ഞോ. സദൃശവാക്യം 15 അധ്യായം 11 വരെ.
അല്ല. അടുത്ത ആൾക്ക് പറയാം. ആരും സദൃശ്യം മാറ്റി നോക്കരുത്. അല്ല, സദൃശ്യം 14-ന്റെ 26 മുതലാണോ അവസാനം? വായിച്ചിട്ടുണ്ട്, കറക്റ്റ് അടുത്തുപോലും എത്തുന്നില്ല. ഇല്ല, ഞാൻ പറയാം. എന്നാ അടുത്ത ആൾക്ക് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായം 1 മുതലാണ്. അല്ല. സദൃശവാക്യം 15-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആണ്. ഞാനായിട്ട ആണോ? ആണ്. ഉറപ്പാണല്ലോ അല്ലേ? വാക്യങ്ങൾ 15. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി മൂന്നാമത്തെ സിംഗിങ് ഗ്രൂപ്പിലെ പ്രഭാത ഗീതം ഞാൻ പറയുന്നവരെ പാടാവുള്ളേ. നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിന്റെ ഗായികയുണ്ട്. സിസ്റ്റർ ഫ്രീ ആണെങ്കിൽ പാടാം, ഇല്ലെങ്കിൽ ഡ്യൂട്ടി ബിസി ആണെങ്കിൽ പാടണ്ട കേട്ടോ. സിസ്റ്റർ ബീന KJ ഒന്ന് പാടിക്ക ആ പാട്ട്. ഇന്നത്തെ സിംഗിങ് ഗ്രൂപ്പിലെ പ്രഭാത ഗീതം. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നെ നടത്തിയിടുന്നു. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നെ നടത്തിയിടുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. അടുത്തത് പാടാൻ നമുക്ക് പാടാം എന്ന പരമ്പരയിൽ ഷൈല സിസ്റ്റർ പാടിയ ഗാനം ഏത്? ഷൈല സിസ്റ്റർ ആൻസർ പറയല്ല. ഇതില് ഒരു ഡിവൈസ് സണ്ണിമത്തായി പാസിന്റെ ഡിവൈസ് എന്ന് പറയാമോ ആൻസർ? ആരൊക്കെ നമ്മൾ പാടുന്ന പാട്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയണ്ടേ? പാടാൻ നമുക്ക് പാടാം എന്ന പരമ്പരയിൽ ഷൈല സിസ്റ്റർ പാടിയ പാട്ട് ഏതാണ്? അറിയത്തില്ല. അറിയത്തില്ലല്ലേ? അപ്പോൾ സിനിവാ സിസ്റ്റർ പാടിയാട്ടെ. ഞാൻ ഗ്രൂപ്പിൽ പാടാറില്ല, പാട്ട് പാടാൻ രീതിയില്ലാത്ത ഞാനത് നോക്കാറില്ല. നോക്കും, പാട്ടിലും ഓക്കെ, പാസ്റ്റർ TK ജോസ് എലിക്കുളം ഡിവൈസ് എന്ന് ജോയ് സിസ്റ്റർ പാടിയാട്ടെ. ഞാൻ നോക്കിയില്ല. ഓക്കെ, ഇപ്പൊ രണ്ടുപേരും നോക്കിയില്ല. അപ്പൊ അറിയാവുന്നവര് പാടിക്കോ. ഇനിയിപ്പൊ അടുത്താണ് നോക്കണം. അല്ല അല്ല അല്ല, അതല്ല. എന്നാ ഷൈല സിസ്റ്റർ തന്നെ പാട്. ആർക്കും അറിയത്തില്ല. സിസ്റ്ററെ, ഞാൻ അതിനകത്ത് കുറെ പാട്ട് പാടിയിട്ടുണ്ട്. പാടാമെന്ന പ്രോഗ്രാമില്. ഇന്നത്തെ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ഇന്നത്തേനകത്ത് കുറെ പാട്ട് പാടിയിട്ടുണ്ട്. അതെ, ഇപ്പൊ ഏതാ ഉദ്ദേശിക്കുന്നത്? ആദ്യം പാടിയ പാട്ടാ ഞാൻ എഴുതിയിരിക്കുന്ന. ആദ്യം പാടിയത് അത് പാടാവോ? ആദ്യം പാടിയത്. എന്റെ സങ്കേതവും വേലവും ഏറ്റവും അടുത്ത തുണയും. അതാ ഞാൻ പാടിയത്. അതല്ലായിരുന്ന അതല്ല. നല്ല പോരാട്ടം പോരാടി. എനിക്ക് ആ പാട്ട് അല്ല. നല്ലതല്ലാതൊന്നുമില്ല, ആ പാട്ടല്ലേ? ആ പാട്ടാ ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യം ഞാൻ എന്റെ സങ്കേതവും ബലവും പാടിയത്. പോയിന്റ്. ഓക്കെ, താങ്ക് യു. അടുത്തത് TIP മീറ്റിംഗ് ഗ്രൂപ്പിൽ അന്വേഷിച്ച് കണ്ടെത്താം എന്ന പരമ്പരയിൽ ഇന്നത്തെ വാക്ക് ഏതാണ്? നമ്മുടെ ജാൻസി സിസ്റ്റർ ഇട്ട TIP മീറ്റിംഗ് ഗ്രൂപ്പിൽ അന്വേഷിച്ച് കണ്ടെത്താം എന്ന പരമ്പരയിൽ ഇന്നത്തെ വാക്ക് പറയാവോ ആർക്കെങ്കിലും? നീതി. ഓക്കെ, കറക്റ്റ്. ഞാനതൊന്ന് മൂളിയായിരുന്നു ഇതിന്റെ ബാക്കി. ഇനി നമുക്ക് പാട്ട് പാടാം അല്ലേ? മതിയില്ലേ? അപ്പോൾ എല്ലാവരും ഞാനെല്ലാം എടുത്തു വെച്ചിട്ട് ഒരു തമിഴ് പാട്ട് ആദ്യം. ഈ പാട്ട് ഞാൻ ഒരു ലൈൻ പാടും, അതിന്റെ ബാക്കി പാടണേ. പാപങ്ങൾ പോക്കവേ സാപങ്ങൾ നീക്കവേ ഭൂലോകം വന്താരയ്യ. അതിന്റെ ബാക്കി പാടിക്കോ. എന്തെന്തേസുവേ എന്തെന്തേസുവേ
എന്തെന്തേശു ഉണ്ട്, പക്ഷെ അതിന്റെ അത് കഴിഞ്ഞൊരു വാക്കുണ്ട് അതിനൊക്കെ മുമ്പ്. ആ മനിതര അതെ. പാട്, തലവിൽക്കാതെ പാട്. മനിതനെ പരലോകം തീർക്കവേ സിരുവേ സുമന്താരയ്യ കണ്ണീരേ അങ്ങനെ എനിക്ക് അത്ര ശരിക്കും അറിയത്തില്ല. എന്തെങ്കിലും യേശു അതിനകത്ത് അതിന്റെ ഒരു അരമാർക്ക് തരാം കേട്ടോ പാടിയ. അപ്പൊ ബിന്ദു രാജൻ സിസ്റ്റർക്ക് പോയിന്റ് പോയിരിക്കുന്നു. അടുത്ത പാട്ട് തെലുങ്ക് വേണോ? തെലുങ്ക് വേണേ പാടാം. അതെ, അതിന്റെ തെലുങ്ക് ഞാൻ അടുത്ത ആഴ്ച ഞാൻ പ്രിപ്പയർ ചെയ്യാം കേട്ടോ, അടുത്ത പ്രാവശ്യമേ. ഓക്കെ 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 ആയിക്കോട്ടെ. ഇനി അടുത്തത് ഈറനില്ല വാനിൽ കാണും കൈപ്പത്തിവോൾ മേഘവും. അതിന്റെ ബാക്കി എന്റെ ദൈവത്തിൻ അത് കറക്റ്റ് ആണ് പാടിയത്. താങ്ക് യു. ആരാ അത് പാടിയത്? ഓക്കെ. അടുത്തത് വായ്പ വാങ്ങാനിട വരികയില്ല. പാടുന്നേ ഉള്ളു, നമ്മളൊക്കെ വായ്പ മേടിക്കും, ബാക്കി പഠിക്കും. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും, ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ മാനിക്കും താൻ. ഓക്കെ, താങ്ക് യു. അടുത്തത് പോറ്റുന്നവൻ പുലർത്തുന്നവൻ കരുതുന്നവൻ കാക്കുന്നവൻ പാലിക്കുന്നോ പരമോന്നതൻ ഈ ദൈവം എന്റെ ദൈവം. എന്നാ നല്ല പാട്ടല്ലേ അതൊക്കെ. പ്രൈസ് ലോർഡ്. അടുത്തത് ഒരു പാട്ടുകൂടെ ഉണ്ട്, അതുകൊണ്ട് എന്റെ പ്രോഗ്രാം നിർത്തുവാണ്. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും പാടാ, പഴയ പാട്ടാ. അല്ലല്ല, മിത്രങ്ങൾ അകന്നാലും അതാ. നിക്ക് മിത്രങ്ങൾ അകന്നാലും കഴിഞ്ഞ ദൈവസ്നേഹമല്ല, അതിന്റെ ബാക്കിയുണ്ട്. മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ പാടിക്കും. അങ്ങൻ മുൻപേ പോയാൽ ഭയമെവിടെ. ഓരോരുത്തർ എല്ലാരും അവിടെന്ന് ഇവിടെ നിന്നൊക്കെ തൊട്ട് എന്താണേലും എല്ലാരും പാടി. താങ്ക് യു. എന്റെ 10 ക്വസ്റ്റ്യൻ ഉള്ളായിരുന്നു, അതിനെല്ലാവരും സഹകരിച്ചു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അടുത്ത പ്രാവശ്യം ഞാൻ കേട്ടോ, ഇനി അടുത്ത പ്രാവശ്യം വേറെ ലാംഗ്വേജസുമായിട്ട് വരാം. എനിക്ക് കന്നഡ അറിയാം, ബാംഗ്ലൂർ ജോലി ചെയ്തുകൊണ്ട് കന്നഡ കാണും, തെലുങ്ക് കാണും, ഇംഗ്ലീഷ് കാണും, ഹിന്ദി കാണും, തമിഴ്. മലയാളം ഒഴിവാക്കും കേട്ടോ, അതുകൊണ്ട് അറിയാവുന്നവരൊക്കെ പാട്ടൊക്കെ പഠിച്ചൊക്കെ പോരെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാം അവതരിപ്പിച്ച പ്രിയ ജെസിസ് സിസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ TFP മീറ്റിംഗ് ഗ്രൂപ്പുകൾ, എല്ലാ ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന പ്രോഗ്രാമുകളെ കുറിച്ച് ചോദിച്ചു. കുറച്ചു പേർക്കെല്ലാം അറിയാം, അറ്റൻഡ് ചെയ്യുന്നവർക്കെല്ലാം ചടപടാ ഉത്തരം പറഞ്ഞു. നമ്മുടെ പോയിന്റ് നിലയിൽ ശൈല സിസ്റ്റർ 3 പോയിന്റ്, സിന സിസ്റ്റർ 1 പോയിന്റ്, ബിന്ദു സിസ്റ്റർ 2 പോയിന്റ്, നിഷ സിസ്റ്റർ 1, ബേബിക്കുട്ടി സിസ്റ്റർ 1, അങ്ങനെയാണ് ഇട്ടത്. അങ്ങനെയാണോ? എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, എങ്കിലും പങ്കെടുത്ത എല്ലാവരോടും സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് വാശിയേറിയ മത്സരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമുകളും ഗ്രൂപ്പുകളെല്ലാം ആക്റ്റീവായി എല്ലാവരും നോക്കുക, സഹകരിക്കുക. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലത സിസ്റ്റർ റെഡിയായോ? ലത സിസ്റ്റർ കാണുന്നില്ല എന്നല്ലേ?
നമ്മുടെ ചെറുകഥയ്ക്ക് ലെന സിസ്റ്റർ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മെസ്സേജിലേക്ക് കിടക്കാം. ഇന്നത്തെ മെസ്സേജിന് 20 മിനിറ്റ് ആണ്. ഇപ്പൊ തന്നെ 9 മണിയാകുന്നു. കുഴപ്പമില്ല, എങ്കിലും ഏകദേശം 20 മിനിറ്റോളം എടുക്കാം. ഇന്നത്തെ ദൈവവചനം സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയ ദേവദാസി ബിന്ദു സിസ്റ്ററെ വളരെ ആദരപൂർവ്വം ഇന്നത്തെ നമ്മുടെ സഹോദരിമാരുടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ തിരുവചനവുമായി നിൽപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ ഒരുക്കി തന്ന മഹാസന്തോഷത്തിനായി ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് രാത്രികാലം വന്ദനം ചൊല്ലുന്നു. മാത്രമല്ല എനിക്ക് ഈ ഒരു അവസരം ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ ഗ്രൂപ്പിലൂടെ ദൈവവചനവുമായി നിൽപ്പാൻ തക്കവണ്ണം സ്വർഗം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനായിട്ട് അവസരം ഒരുക്കി തന്ന ഇതിന്റെ എല്ലാ ഭാരവാഹികളെ ഓർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ ഗ്രൂപ്പിലെ അഡ്മിനായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെയും പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയ ശൈല ബെന്നി സിസ്റ്ററിനെയും എല്ലാവരെയും അധ്യക്ഷയായിരിക്കുന്ന കർത്താവിന്റെ ദാസിയെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ആമേൻ, സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായി തന്നല്ലോ. ആ ദാനമായി തന്ന ദൈവത്തിന്റെ തിരുവചനവുമായി നിൽപ്പാൻ തക്കവണ്ണം ആമേൻ, സ്തോത്രം. കർത്താവിന് വേണ്ടി നിൽപ്പാൻ സ്വർഗം അവിടെ നിന്ന് ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ആമേൻ ദൈവം തന്ന ദൂത് പറഞ്ഞു തീർക്കാൻ തന്നെ തക്കവണ്ണം ആമേൻ, സ്തോത്രം, സമയം പോരാലോ. മുഖവരുകളൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എന്നെ ദൈവാത്മാവ് എനിക്ക് തന്ന ദൂത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാമത് വാക്യം ഞാൻ തന്നെ വായിക്കാം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവേ, എന്നോട് സംസാരിക്കണമേ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആയിരിക്കുന്നു. ഇന്ന് രാത്രികാലം എന്റെ ജീവിതത്തിൽ എന്താണ് ദൈവത്തിന് വെളിപ്പെടുത്തുവാനുള്ളത്? വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം ദൈവസന്നിധിയിൽ പകരാം. നമ്മുടെ മനസ്സിനെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടായിരിക്കാം. ആമേൻ, സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അതരാജകൽക്കമന ഘടക ശാന്തുരാജകൽക്കമനെ അതരേ ജഗമന ഘടക ശതുരാജകൽക്കമന വൈശ്യസ്യാറികനെ റീഖമാന സംതുരാജകൽക്കമന ഘടക സ്യാറിബനെ അതുരമന ഘടക ശതുരാജകൽക്കമന വൈശ്യസ്യാറികനെ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ദൂതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക പോരുകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ദൈവവചനം ഏത് ആത്മാവിൽ എഴുതിയോ അതേ ആത്മാവിൽ സംസാരിപ്പാൻ അടിയനെ ഉപയോഗിക്കണം. കൃപ കൂടിയിരിക്കണം യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ ആ വചനം ഒരിക്കൽ കൂടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാമത് വാക്യം പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. നമുക്കിതിന്റെ പശ്ചാത്തലം എല്ലാം അറിയാം. ദൈവവചനം നല്ലവണ്ണം അറിയാവുന്നവരാണ് ഇവിടെ ആയിരിക്കുന്നത്, പുതിയ വിശ്വാസികളല്ല. ദൈവം വചനം നല്ല രീതിയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊരു വാക്യം എടുത്താൽ അതിന്റെ വെളിപ്പാട് വരെയുള്ള ആലോചനകൾ, ചിന്തകൾ എല്ലാം അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. അവരുടെ മധ്യത്തിലാണ് തികഞ്ഞ സന്നിധി ബോധത്തോടെ ആയിരിക്കുന്നു, അവരുടെ മധ്യത്തിൽ സംസാരിക്കുന്നു. എങ്കിലും നമുക്കിന്ന് ദൈവം തരുന്ന ദൂത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആമേൻ, സ്തോത്രം. ഇവിടെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ രാജാവെന്നും മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ആമേൻ, സ്തോത്രം, വിശ്വസ്തനായ ഒരു ദാസനെന്നും ലൂക്കോസ് മനുഷ്യപുത്രനായിട്ടും യോഹന്നാൻ ദൈവത്തിന്റെ പുത്രനായിട്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു. ആമേൻ. ലൂക്കോസ് ഇവിടെ പറയുന്നത് മനുഷ്യപുത്രനായിട്ടാണ് യേശുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് ആമേൻ, സ്തോത്രം, ഇവിടെ പറയുന്ന വാക്യത്തിലുമുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കാണാതെ പോയ നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞു രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ മകനെ ആമേൻ, സ്തോത്രം, ഈ താണ ലോകത്തിലേക്ക് അയച്ചത് നമ്മെ ഓരോരുത്തരെയും
രക്ഷിച്ച് കർത്താവിന്റെ മകനും മകളുമാക്കി തീർക്കുവാനാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ആമേൻ സ്തോത്രം, യഹോവയായ ദൈവം രക്ഷകനായിട്ട്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, രക്ഷകനായിട്ട് അവിടെ 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 2-ാമത് വാക്യത്തിൽ ആമേൻ ദാവീദ് പറയുന്നു, യഹോവയായ ദൈവം എന്റെ രക്ഷയാണ്, എന്റെ ശൈലമാണ്, എന്റെ കോട്ടയാണെന്ന് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമത്തിൽ ബാക്കി ആമേൻ സ്തോത്രം സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, യെശയ്യാവിന്റെ പുസ്തകത്തിൽ 43:11 പറയുന്നു, ഞാനല്ലാതെ ഒരു രക്ഷകനില്ല എന്ന് യഹോവയായ ദൈവം പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ രക്ഷകനായിട്ട് ആമേൻ ഈ ഭൂമിയിൽ നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ളതും നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ളതും ആമേൻ സ്തോത്രം അവതാരം എടുത്തു വന്ന ഒരു വ്യക്തിക്കും കഴിയുകയില്ല, ഒരു ശക്തിക്കും കഴിയുകയില്ല. യഹോവയായ ദൈവത്തിനും ദൈവം അയച്ചു വന്നതായ പുത്രനായ ക്രിസ്തുവിനും മാത്രമേ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ആമേ വചനത്തിൽ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആമേ. പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവ് രക്ഷിതാവായിട്ട് ആമേ ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പൊ അവിടെ രക്ഷിതാവായിട്ട് കർത്താവായ യേശു ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന് ആമേ പറയുമ്പോൾ ഒരു രക്ഷിതാവ് ആമേൻ സ്തോത്രം നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ പുറപ്പെട്ടു വന്നു എന്ന് ആമേ മനസ്സിലാക്കിയ വ്യക്തികൾ അവിടേക്ക് പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആമേ പോകുവാനിടയായി തീർന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആമേൻ സ്തോത്രം നാം രക്ഷിക്കപ്പെട്ട് സ്നാനമെടുത്ത് കർത്താവിന്റെ മക്കളായിരിക്കുന്നവർ മുമ്പേ നമ്മൾ ആരായിരുന്നു, ഏത് അവസ്ഥയിലായിരുന്നു എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മെ കാണാതെ പോയ ഒരു അവസ്ഥയിലായിരുന്നു നാം. ആമേൻ സ്തോത്രം. എവിടെ ഏത് അവസ്ഥയിൽ ഒക്കെ ആയിരുന്നു എന്ന് ആമേൻ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ ഏത് സ്ഥിതിയിലായിരുന്നു, മുമ്പേ എന്റെ അവസ്ഥ എന്തായിരുന്നു, ഞാൻ ആരായിരുന്നു എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഈ ഡിവൈസിൽ ആമേ ആയിരിക്കുന്ന 11 വ്യക്തികൾക്കും അറിയാം, 11 സഹോദരിമാർക്കും അറിയാം നമ്മൾ ആരൊക്കെ ആയിരുന്നു എന്ന്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:1 പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നാം. ആമേൻ സ്തോത്രം. ആമേൻ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:13 പറയുന്നു, ഇരുട്ടിന്റെ അധികാരത്തിൽ ആമേ നാം ആയിരുന്നു എന്ന്. അതായത് പിശാചിന്റെ പിടിയിലായിരുന്നു. ആമേൻ. ഇരുട്ടിന്റെ അല്ലെങ്കിൽ പിശാചിന്റെ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു പിശാചിന് കഴിയുകയില്ല. പക്ഷേ ആമേൻ വെളിച്ചത്തിന്റെ നാഥനായ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു ഇറങ്ങി വന്നാൽ മാത്രമേ ആമേൻ ആ ഇരുട്ടിലിരിക്കുന്ന വ്യക്തിയെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, നാം ഇരുട്ടിന്റെ മക്കളല്ല, നാം വെളിച്ചത്തിന്റെ മക്കളാണ്. നമ്മളിലുള്ള വെളിച്ചം ആമേൻ ക്രിസ്തു നമ്മളിൽ പകർന്നിരിക്കുന്ന വെളിച്ചം ആമേൻ സ്തോത്രം അത് മറ്റുള്ളവർ കണ്ട് ആ വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ നമ്മളിൽ ഇരിക്കുന്ന ഈ വെളിച്ചത്തിന് ആമേൻ മങ്ങലേറ്റിട്ടുണ്ടോ, ആ കരിന്തിരി മുറിച്ചു മാറ്റിയിട്ടുണ്ടോ, എണ്ണയ്ക്ക് കുറവ് വന്നിട്ടുണ്ടോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കണം. ഹല്ലേലൂയ. നിമിഷം തോറും പരിശോധിക്കണം. എന്നിൽ എന്തെങ്കിലും കുറവുണ്ടോ, ബലഹീനതയുണ്ടോ എന്ന് ചെത്തി വെടിപ്പാക്കി ശുദ്ധീകരിച്ച നല്ല പാത്രങ്ങളാക്കി തീർത്ത് ക്രിസ്തുവിന്റെ കരങ്ങളിൽ നമ്മെ മാനപാത്രമാക്കി തീർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളിലുള്ള പ്രകാശം ആമേ അത് പരക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. കൊലോസ്യർ ആമേ 2:13 പറയുന്നു, അതിക്രമങ്ങളിലും ജഡത്തിലും ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നു നാം. കൊലോസ്യർ 1:21 പറയുന്നു, ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു. ഹല്ലേലൂയ. അടുത്ത എഫെസ്യർ 2:11 12 പറയുന്നു. ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് വിവരിക്കുന്നില്ല, എന്റെ വിഷയമല്ല, എങ്കിൽ ഇതൊന്ന് തൊട്ടുപോകുന്നു എന്ന് മാത്രം. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ കൃപ മുഖാന്തരമാണ് ആമേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആമേ വ്യക്തമായിട്ട് വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ദാസരൂപമെടുത്ത് ആമേൻ സ്തോത്ര ഹല്ലേലൂയ മനുഷ്യത്തിൽ ആമേ മനുഷ്യ വേഷമെടുത്ത് ആമേൻ സ്തോത്രം ലോകത്തിൽ തന്നെത്താൻ ത്യജിച്ചിറങ്ങി വന്ന ഒരു ദൈവം യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആമേ രാത്രികാലം ആമേൻ സ്തോത്രം ഇവിടെ വായിക്കുന്നു,
പറയുന്നു, അതിന്റെ 19:1 പറയുന്നു, അവൻ എരിഹോവിലെത്തി. ഹല്ലേലൂയ. എരിഹോവിലെത്തി. ഇവിടെ കാണാതെ പോയ ഒരു വ്യക്തിയുണ്ട്. അത് ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. സക്കായി. സക്കായി ആരായിരുന്നു? സക്കായി ആരായിരുന്നു എന്ന് 2-ാം വാക്യം പറയുന്നു, ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായിരുന്നു. ഹല്ലേലൂയ. അവൻ എരിഹോവിലെത്തി. എരിഹോ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം ഈന്ത നഗരം എന്ന അപരനാമമുള്ള ആമേൻ സ്തോത്രം ഒരു പട്ടണമാണ് ആമേൻ സ്തോത്രം എരിഹോ. ആമേൻ ഇസ്രായേൽ മക്കൾ ആദ്യമായി ആമേൻ സ്തോത്രം ആക്രമിച്ച് കീഴടക്കിയ ഒരു സ്ഥലമാണ് എരിഹോ. ആമേൻ. യേശു എരിഹോവിൽ അത്ഭുതങ്ങൾ ചെയ്തു. കുരുടനായ ബർത്തിമായിയെ ആമേൻ സ്തോത്രം തിമായിയുടെ മകനായ ബർത്തിമായിയെ ആമേ സൗഖ്യമാക്കിയത് ആമേ എരിഹോവിൽ വെച്ചിട്ടാണ്. 2 കുരുടന്മാരെ സൗഖ്യമാക്കിയത് എരിഹോവിൽ വെച്ചിട്ടാണ്. ആമേൻ സ്തോത്രം. നല്ല ശമര്യക്കാരന്റെ ഉപമയിൽ പറയുന്ന ആമേൻ സ്തോത്രം വ്യക്തി ഹല്ലേലൂയ ആമേ അടിയേറ്റവൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേ എരിഹോവിലേക്കുള്ള യാത്ര പോവുകയായിരുന്നു. ആമേൻ സ്തോത്രം. അതുപോലെ തന്നെ ഇവിടെ സക്കായിയുടെ മാനസാന്തരം നടന്നതും എരിഹോവിൽ വെച്ചിട്ടാണ്. ഹല്ലേലൂയ. അവൻ യേശു എരിഹോവിൽ വന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ ദൈവമക്കളെ? ഒരു സക്കായിയെ കരുതിയിട്ടാണ്. ഹല്ലേലൂയ. യേശു എരിഹോ വഴി കടന്നു പോകേണ്ടി വന്നത് ഈ ഒരു സക്കായിയെ രക്ഷിക്കാനാണ്. സക്കായി ആരാണ്? ദൈവത്തിന് പ്രയോജനമുള്ളവനാണ്. ആമേൻ സ്തോത്രം. അതുപോലെ തന്നെ ദൈവം നമ്മെ രക്ഷിക്കുവാൻ നാം ആയിരുന്ന സ്ഥലത്ത് തന്റെ പുത്രനെ ആമേൻ സ്തോത്രം ആമേൻ അയച്ചു തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രികാലം ആ പുത്രനെ ആമേ നാം അറിയുവാൻ ഇടയായി തീർന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ ആമേ കരങ്ങളെ ഉയർത്തി ഉച്ചത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുന്നു, അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ. അവിടെ പറയുന്നു സക്കായി ആരാന്ന് അവിടെ പറയുന്നുണ്ട്. ചുങ്കക്കാരിൽ പ്രമാണി. ആമേ ടാക്സ്, ഇൻകം ടാക്സ് പിരിക്കുന്ന ആമേ കളക്ടറുടെ പ്രമാണിയാണ്. അതിന്റെ ഉദ്യോഗസ്ഥനാണ് ആമേൻ ഇവിടെ സക്കായി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പിന്നെ അവനൊരു ആമേൻ സ്തോത്ര ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഒരു ക്വാളിഫിക്കേഷനും ഉണ്ട്. അവൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ധനവാനാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ധനവാനായ വ്യക്തിയാണ്. അവിടെ പറയുന്നു അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് ആഗ്രഹമെന്ന് 3-ാമത്തെ ആമേ വചനം പറയുന്നു, യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവിന്റെ മക്കളെ, നാം ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ആമേൻ കർത്താവിനെ കാണുവാൻ ഒന്ന് നാം ആഗ്രഹിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം നാം ആഗ്രഹിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളും നിലവുകളും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവനായ ക്രിസ്തു ആമേൻ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മൾ വെളിപ്പെടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ആമേൻ സ്തോത്രം സക്കായിക്ക് ഒരു ആഗ്രഹമുണ്ടായി, യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ. ഇന്ന് രാത്രികാല ആ ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെട്ട് വരട്ടെ. നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവമേ, അങ്ങയുടെ മുഖം ഒന്ന് കാണണം, എനിക്ക് അങ്ങയുടെ തേജസ് ഒന്ന് കാണണം, അങ്ങയെ ഒന്ന് എനിക്ക് കാണണം. എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന എന്റെ കാര്യങ്ങൾ ചന്തവും ഉചിതവുമായി ായി ഞാൻ കരയുമ്പോൾ എന്റെ കണ്ണുനീരൊക്കുന്ന ഞാൻ ആമേ സ്തോത്ര ഹല്ലേലൂയ ഒരാവശ്യങ്ങൾ പറയുമ്പോൾ ആ ആവശ്യം നടത്തി തരുന്ന ആമേ സ്തോത്ര ഒരു ഭക്തനെ ആമേ കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ചതുപോലെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഭക്തനെ പോറ്റി പുലർത്തുന്ന ആ യേശുവിനെ കാണുവാൻ നമുക്കും ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിന്റെ മക്കളെ ആമേ നമുക്ക് ഇന്ന് രാത്രികാലം ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ദൈവത്തോടൊന്ന് പറയാം, അപ്പച്ചാ എനിക്ക് അങ്ങേ ഒന്ന് കാണണം, അങ്ങയുടെ തേജസ് ഒന്ന് കാണണം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവം വാസ്തവമായി ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സക്കായിയുടെ ആഗ്രഹം യേശു അറിഞ്ഞിട്ട് യേശു എന്ത് ചെയ്തെന്ന് സക്കായി പിന്നെ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവന്റെ കുറവുകളോ ബലഹീനതകളോ എന്താണെന്ന് അവൻ മറന്നു. ഹല്ലേലൂയ. അവൻ അത് ചിന്തിച്ചു, എനിക്ക് യേശുവിനെ കാണണം, പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്, എനിക്ക് പൊക്കക്കുറവുണ്ട്, ഞാൻ വളർച്ചയിൽ
കുറുകിയവനാണ്, അവൻ എന്റെ സമ്പാദ്യം എനിക്ക് ആമേൻ സ്തോത്രം ഇല്ല, ഞാൻ ഭാരപ്പെടുന്നു എന്നൊക്കെയും പലരും പലതും ചിന്തിക്കാം. പക്ഷെ ദൈവമക്കളെ അതെല്ലാം വിട്ടുകളാ. സക്കായിക്ക് ഒരു കുറവും ബലഹീനതയൊക്കെ ഉണ്ടായിരുന്നു. അവൻ അതെല്ലാം മാറ്റി വെച്ചിട്ട് ആമേൻ യേശുവിനെ കാണാനായി അവൻ ബന്ധപ്പെട്ട് അവൻ ഓടി. യേശുവിനെ കാണണമെന്ന് ആഗ്രഹം വെച്ചപ്പോൾ അവൻ ഓടുകയാ ചെയ്തത്. ഹല്ലേലൂയ. നിന്ന് തളർച്ചയാറി പതുക്ക, അല്ലെങ്കിൽ നാളെ ആകട്ടെ, അല്ലെങ്കിൽ മറ്റന്നാളാകട്ടെ, ഇനി ഒരു അവസരമാകട്ടെ എന്നവൻ കരുതിയില്ല. എനിക്ക് ഇപ്പോൾ തന്നെ യേശുവിനെ കാണണം, അവന് യേശുവിനെ അറിയണം. അവൻ യേശു എങ്ങനെയുള്ളവൻ? യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു, ചെകിടർക്ക് കേൾവി കൊടുക്കുന്നു, അവൻ മുടന്തരെ നടക്കുമാറാക്കുന്നു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, നാറ്റം വെച്ചവനെ പുറത്തു കൊണ്ടുവന്ന് ജീവനുള്ള ദേഹിയാക്കി തീർത്തവനാണ് യേശു. ആ യേശുവിനെ എനിക്കൊന്ന് കാണണം എന്ന് ആമേ ഹൃദയത്തിൽ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് ആമേൻ സക്കായിയുടെ ബലഹീനതകളെല്ലാം മറന്നുകൊണ്ട് ഓടി ആമേൻ കാട്ടത്തിന്മേൽ കയറി. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാം, വിവരിക്കുവാൻ സമയമില്ല. ഹല്ലേലൂയ. എന്റെ മുന്നിൽ തന്നിരുന്ന സമയം തീർന്നെങ്കിലും ദൈവം എനിക്ക് തന്ന ദൂതിനെ ആമേ ദൈവവചനത്തിന്റെ മുമ്പിലാണല്ലോ നാം ആയിരിക്കുന്നത്. അത് അല്പം കൂടെ എടുത്തെന്നും പറഞ്ഞ് സമയം ആയെന്നും പറഞ്ഞ് നമുക്കൊന്നും നഷ്ടമാകുന്നില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയേ ഉള്ളൂ. ഇന്ന് രാത്രികാലം ദൈവം തന്ന ദൂത് ആമേൻ സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പേ, സക്കായിയെ അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞതിന് മുമ്പേ ആമേൻ സ്തോത്ര ഹല്ലേലൂയ, ആ സക്കായി ഈ ജോലി കിട്ടുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ സക്കായി ആ യെരിഹോ പട്ടണത്തിൽ ജീവിക്കുന്നതിന് മുമ്പേ എന്റെ യേശു അവനെ അറിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? ആമേൻ ആ സ്ഥലത്തെത്തി മുകളിലോട്ട് നോക്കി, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കേണ്ടതാകുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. സക്കായിയെ പേർ ചൊല്ലി വിളിച്ചവനാണ് നമ്മുടെ ദൈവം. ആമേൻ. ഒന്ന് ചിന്തിച്ചേ, സക്കായിയെ നേരത്തെ യേശുവിനെ അറിയത്തില്ല. ആമേൻ സ്തോത്രം. സക്കായിക്ക് യേശുവിനെ നേരത്തെ അറിയത്തില്ല. ആമേൻ സക്കായിയുടെ പേരെന്തെന്ന് അറിയത്തില്ല. പക്ഷേ ആമേ പുരുഷാരം നിമിത്തം ആമേൻ യേശുവിനെ കാണാൻ കഴിയാതിരുന്ന സ്ഥാനത്ത് ഈ പുരുഷാരത്തിന് ഒന്നും അറിയാത്ത ആമേൻ സ്തോത്രം ഒരു വ്യക്തിയെ ആമേൻ സ്തോത്ര ഹല്ലേലൂയ ആ സ്ഥലത്ത് വന്ന് നിന്ന് ആ കാട്ടത്തിമേൽ യേശു നിന്നു അവിടെ നിന്നു. കാട്ടത്തിമേൽ യേശു നോക്കി. യേശു നോക്കിയിട്ട് മേലോട്ട് നോക്കി പറഞ്ഞു, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ. സക്കായിക്ക് ഹല്ലേലൂയ ശരീരത്തിൽ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി കാണും. നാം ഒന്ന് ചിന്തിച്ചേ. ആമേൻ സ്തോത്രം. നാം ഒരു മീറ്റിംഗിൽ, ഒരു ആത്മീയ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ ആമേൻ ഒരു പ്രവാചകനായ ഒരു ദൈവദാസൻ ശുശ്രൂഷിച്ചു ിരിക്കുമ്പോൾ നമ്മുടെ പേരെടുത്ത് ആമേൻ സ്തോത്ര ഹല്ലേലൂയ ഒന്ന് വിളിക്കുമ്പോൾ, നമ്മുടെ പേരെടുത്ത് വിളിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ശരീരത്തിൽ ഒരു ആത്മാവിന്റെ ഒരു രോമാഞ്ചം കടന്നു വരും, അല്ലെ? നമ്മുടെ മനസ്സിന് വരുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് എന്തോന്നില്ലാത്ത സന്തോഷം. അപ്പോൾ ചിന്തിക്കും, ഇത്രയും വ്യക്തികൾ ഇരുന്ന സ്ഥാനത്ത് എന്നെ ആമേൻ സ്തോത്രം ദൈവാത്മാവ് കണ്ടു, എന്റെ പേരെടുത്ത് വിളിച്ചു. ഹല്ലേലൂയ. നമ്മെ എല്ലാവരും അങ്ങനെയല്ലേ വിളിച്ചിറക്കിയത്. നാം ഹല്ലേലൂയ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് മകനെ മകളെ എന്ന് വിളിച്ച് ഓരോ വ്യക്തികളെയും പേരെടുത്ത് വിളിച്ചിറക്കി തിരിച്ചത് എന്തിനാണ്? ആമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവം പറയുന്ന ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ആമേ നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ഈ ആമേൻ സ്തോത്രം സക്കായി ആമേൻ സ്തോത്രം നിന്നു. ഹല്ലേലൂയ. കർത്താവിനോട് ഏറ്റുപറയുകയാണ്. എന്താണ് ഏറ്റുപറച്ചിൽ? ഹല്ലേലൂയ. ആമേൻ സ്തോത്ര ഹല്ലേലൂയ. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. സക്കായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ. സക്കായിക്കറിയാം, ഞാൻ അവനോടൊന്നും പറയാതെ തന്നെ എന്റെ മുഴുവനുമായി അറിയുന്ന ദൈവമാണ് എന്റെ യേശു. ആമേൻ. എന്റെ ഉള്ളം മുഴുവനും അറിയുന്നവനാണ് യേശു. സക്കായി നിന്ന് പറയുകയാണ്. അവിടെ ഒരു പാപബോധം സക്കായിക്ക് വന്നു. ആമേൻ. യേശു പാപികളെ രക്ഷിപ്പാൻ വന്നു, ആമേൻ പാപികളെ വിളിപ്പാൻ വന്നു എന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ പാപിയായി ായ സക്കായി ആമേൻ സ്തോത്രം ഞാൻ പാപം ചെയ്തു, യേശുവിൽ നിന്ന്
അകന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സക്കായി നിന്നുകൊണ്ട് പറയുകയാണ്, ആമേൻ സ്തോത്രം ആമേൻ കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. മാത്രമല്ല, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആമേൻ 1 മടങ്ങല്ല, 2 മടങ്ങല്ല, 3 മടങ്ങല്ല, 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ആമേൻ നാം ആ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ പുള്ളിയുടെ ഹൃദയം പൂർണ്ണമായി തുറന്നു വെച്ച് പറയുന്നു. അതുപോലെ നമുക്കും പറയാൻ കഴിയുമോ ദൈവമക്കളെ? ഇന്ന് രാത്രികാലം നാം ആയിരിക്കുന്നിടത്ത് കർത്താവേ, ആമേൻ എന്റെ ഉള്ള അവസ്ഥ ഇന്നതൊക്കെയാണെന്ന് എന്ന് ആമേൻ നാം തുറന്നു പറയുമെങ്കിൽ, ഹല്ലേലൂയ, നമ്മെ നന്നായി അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും നിലവുകളും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവനായ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഇങ്ങനെ ആമേൻ പറഞ്ഞപ്പോൾ തന്നെ ഹല്ലേലൂയ യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ഹല്ലേലൂയ. ഒരു ഏറ്റുപറച്ചിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നാഥ, ദൈവഹിതമില്ലാതെ എന്റെ ജീവിതത്തിൽ, എന്റെ നാവിൽ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വിരോധമായി ആമേൻ സ്തോത്രം സ്തോത്രം സഹോദരനെ നമ്മൾ ഹല്ലേലൂയ ആമേൻ നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപന്റെ മുമ്പിൽ, നമ്മൾ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വിരോധമായി ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ട് നാഥനെ, അതെന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി കടന്നു വരും. ദൈവമേ, ഇന്ന് രാത്രികാലം ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ഇവിടെ യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. അവൻ യേശു എന്തുകൊണ്ട് ഹല്ലേലൂയ അവിടെ നിന്നു എന്ന് ചോദിച്ചാൽ, ആമേൻ സ്തോത്രം, തീയുടെ കീഴിൽ നിന്നു എന്ന് ചോദിച്ചാൽ, അബ്രഹാമിന്റെ മകനാണ് ഈ സക്കായി. ഹല്ലേലൂയ. അബ്രഹാമിന്റെ മകനായ സക്കായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവൻ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് മനസ്സിലാക്കിയ യേശു അവിടെ നിന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു എന്ന് അവിടെ വാക്യത്തിൽ പറയുന്നു. അതുപോലെ കാണാതെ പോയിരുന്ന ഈ സക്കായിയെ തിരക്കി യേശു വന്നു എങ്കിൽ നാം നമ്മുടെ അവസ്ഥയിൽ ഇന്നായിരിക്കുന്ന മണ്ഡലത്തിൽ ദൈവമായിട്ട് ഏതെങ്കിലും വിധത്തിൽ നാം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, നാം ഹല്ലേലൂയ യേശുവിനെ കൂടാതെ നമ്മുടെ ചിന്തയോ സംസാരമോ പ്രവൃത്തിയോ ജീവിതമോ കടന്നു വന്നെങ്കിൽ യേശു പറയുന്നു, നമ്മെ രക്ഷിപ്പാൻ യേശു ഇറങ്ങി വന്നു. ഇന്ന് രാത്രികാലം നാം നിങ്ങളെയും എന്നെയും തേടി വന്ന യേശു, ആമേൻ സ്തോത്ര, സക്കായിയെ തേടി വന്ന യേശു, ആമേൻ സ്തോത്ര ഹല്ലേലൂയ, ആമേൻ നമ്മെയും തേടി വന്നു. ഒരു സക്കായി മുഖാന്തരം ആ കുടുംബം മുഴുവനും ആമേൻ രക്ഷ പ്രാപിച്ചു എങ്കിൽ നാം ഹല്ലേലൂയ മുഖാന്തരം അനേക കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ഈ രാത്രികാലം ആമേൻ നമ്മെ തേടി വന്ന യേശു ആമേൻ ഇന്നും ഹല്ലേലൂയ ഓരോരുത്തരെയും രക്ഷിപ്പാൻ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, നമുക്കും ഈ വചനത്തിന്റെ കീഴിൽ നമുക്കും ആശ്രയിക്കാം. നമുക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, ഈ വചനം എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് ഇന്ന് രാത്രികാലം ആമേൻ സംസാരിച്ചു എങ്കിൽ, ഞാൻ കാണാതെ പോയ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ, ദൈവമേ ഇന്ന് രാത്രികാലം ഇത് ഈ വചനപ്രകാരം എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. എല്ലാ സഹോദരിമാരും ആമേൻ സ്തോത്രം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അവൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ കർത്താവേ, ഇന്ന് രാത്രികാലം കേൾപ്പിച്ചതിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി ആമേൻ 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 അവിടുന്ന് കർത്താവേ ഓരോരുത്തരുടെ ഉള്ളത്തിന്മേലും ദൈവത്തിന്റെ ആത്മാവിടവിട്ട് വലിയ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം ഇടയാക്കണം. അഭിഷേകത്തോടെ ഹല്ലേലൂയ മുന്നേറുവാൻ സ്വർഗ്ഗം ഇടയാക്കണമേ. ഞങ്ങൾ മടങ്ങി വരുന്നു നാഥ. വചനമനുസരിപ്പാൻ ദൈവം കൃപ നൽകണം. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് ആമേൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തിന് മഹത്വം. എന്നെ ആമേൻ സ്തോത്രം. സമയം ഒത്തിരി കടന്നുപോയി. ആമേൻ ദൈവം ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ ദൈവനാമത്തിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മെസ്സേജ് അറിയിച്ച പ്രിയ ബിന്ദു രാജൻ സിസ്റ്ററുള്ള സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു.
ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 10 വാക്യത്തിൽ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനുള്ള മനുഷ്യപുത്രൻ വന്നെന്നുള്ള വാക്യത്തെ ആസ്പദമാക്കി വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള മെസ്സേജ് നമുക്ക് നൽകപ്പെടുവാനിടയായി തീർന്നു. കാരണം സക്കായിയെ കണ്ടെത്തിയ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച്, അതുപോലെ അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിളിച്ച് വേർതിരിച്ചവനെ പത്രോസ് പ്രകാരം പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചുകൊണ്ട് സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നോക്കണം. തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും സ്വന്തം ജനവും എത്രേ. അതുപോലെ നമ്മളെ അന്ധകാരത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ആ ദൈവത്തെ സ്തുതിക്കുവാനും ആ ദൈവസ്നേഹത്തെ കുറിച്ച് വർണ്ണിക്കുവാനും പ്രിയ സഹോദരി ദൈവം ബലപ്പെടുത്തി, തുറന്ന് ശക്തമായ ദൂതുകൾ അറിയിപ്പാൻ ദൈവം ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എത്രത്തോളം സമയം നമുക്ക് ഒരുമിച്ച് ആയിരിക്കാനും ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും വിധമായ പ്രോഗ്രാമുകളിൽ അവതരിപ്പാനും എല്ലാം ദൈവം സഹായിച്ചു. ദൈവത്തിനോളം സഹായിച്ച ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ സെക്രട്ടറി ആയിരിക്കുന്ന ശൈല സിസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാനായിട്ട് ഇന്നിപ്പോൾ മേരി സിസ്റ്റർ ക്ഷണിക്കുന്നു. മേരി ജോർജ് സിസ്റ്ററെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാനായിട്ട് ക്ഷണിക്കുന്നു. മേരി സിസ്റ്ററെ കാണുന്നില്ലേ? ഇല്ല എങ്കിൽ ഇന്നത്തെ പ്രോഗ്രാമില് ജോയ് സിസ്റ്റർ ഉണ്ടോ? ജോയ് സിസ്റ്റർ ക്ഷണിക്കുന്നു. ഡിവൈസ് വെച്ചിട്ട് എല്ലാരും പോയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ തന്റെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളാ ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഉയർത്തുവാനും സ്വർഗത്തിലെ ദൈവം രാത്രികാലം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി നല്ല സാവകാശത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളുടെ സഹോദരിമാരുടെ കൂട്ടായ്മയെ സ്വർഗത്തിലത്തോളം മാനിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പിന്നെ സ്വർഗത്തിലെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അധികമായി ഉയർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി മീറ്റിംഗിൽ കടന്നു വന്നതായ അങ്ങയുടെ ദാസിമാരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അനേക പ്രോഗ്രാമുകൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചുവല്ലോ. മേഖലയിലെ വിധമാകുന്ന പ്രോഗ്രാമുകൾ ചിലല്ല ദേവദാസിമാരെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ആമേൻ. ഈ ഹല്ലേലൂയ ലേഡീസ് ഗ്രൂപ്പിലെ ചുക്കാൻ പിടിക്കുന്നതായ അങ്ങയുടെ ദാസിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മെരുകുട്ടി ആന്റിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവ സെക്രട്ടറി ആയിരിക്കുന്ന ഹല്ലേലൂയ അന്ന സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ശൈല സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിക്കുമാറാകണം. ദൈവത്തിന്റെ കൃപയുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രി കാലം മീറ്റിംഗിൽ ഇടിച്ചുവാൻ ഞങ്ങളുടെ ദാസ് ജാൻസി സിസ്റ്ററെ കർത്താവ് സഹായിച്ചുവല്ലോ. എല്ലാം ചന്തോമജിതമായി ചെയ്തെടുപ്പാൻ കർത്താവ് തന്റെ ദാസ്യം സഹായിച്ച നന്മയ്ക്കാൻ നന്ദിയോടെ സ്തോത്രം. രാത്രിയിൽ നല്ലൊരു കർത്താവെ സങ്കീർത്തന പ്രബോധനം ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കോണം ഇടയായി തീർന്ന് ഞങ്ങളുടെ ഹല്ലേലൂയ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്ത് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമെന്ന രാത്രിയിലും ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അനേക ഹല്ലേലൂയ വിഷയങ്ങളുടെ മധ്യത്തിൽ ജാഗരിപ്പാൻ കർത്താവ് സഹായിച്ചതിനാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അനേക പ്രോഗ്രാമുകൾ ദൈവമേ നിന്റെ സന്നിധി ചെയ്തെടുപ്പാൻ കർത്താവ് സഹായിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെയും മേൽക്കുമേൽ സ്വർഗ്ഗം എല്ലാവരും അനുഗ്രഹിക്കണമേ. അവസാനമായി കർത്താവിന്റെ മാറ്റമില്ലാത്ത നല്ല ആലോചനകൾ കേൾക്കുവാൻ തക്കോണം കർത്താവ് സഹായിച്ചുവല്ലോ. ഹല്ലേലൂയ. പിന്നെയും കർത്താവ് തന്റെ ദാസ്യ കർത്താവ് ബലപ്പെടുത്തി ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന നല്ല ദൂത് ഇന്ന് രാത്രികാലം ദാനം ചെയ്ത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. സക്കായി യേശുവിനെ കാണുവാൻ ഹല്ലേലൂയ അമ്മന് വളരെ ആഗ്രഹത്തോടു കൂടി ആയതുപോലെ നാളുകളിൽ കർത്താവെ സഹോദരിമാരാകും ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിനോട് ചേർന്നിരിപ്പാൻ യേശുവിന്റെ പൊന്മുഖം നോക്കുവാൻ കർത്താവെ നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങളും കർത്താവിന്റെ കല്ലിൽ ആ മാതിരിമേകുന്ന ആമേന കല്ലിൽ എന്റെ കർത്താവിനൊന്നുകൂടി രുചിച്ചറിയുന്ന ദിവസങ്ങളിൽ കർത്താവ് സൗര്യമായി ഞങ്ങളെ ഈ കർത്താവെ മീറ്റിംഗ് മുഖാന്തരം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ആമേന ഹല്ലേലൂയ. ലേഡീസ് ഗ്രൂപ്പിലുള്ള എല്ലാ സഹോദരിമാരെയും ആമേൻ നീ അവരുടെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. രാത്രിയിൽ ഞങ്ങൾ ചെയ്തെടുത്ത എല്ലാ വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ സ്വർഗ്ഗം അവിടുന്ന് സഹായിച്ചാട്ടെ. ഇത്രത്തോളം സഹായിച്ച മാനിച്ച ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന ജനഘടനായ സ്തോത്രം സകലതും യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ആശീർവാദം പറയണോ? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസ്നേഹം ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ കടന്നു വന്ന ദൈവജനത്തിന്മേലും ആമേൻ സ്തോത്രം. ദൈവജന സൃഷ്ടിച്ച കർത്താവിന്റെ ദാസിമാരുടെ മേലും ഓരോ പ്രോഗ്രാമുകൾ ചെയ്ത കർത്താവിന്റെ ദാസിമാരുടെ മേലും കർത്താവിന്റെ വരവരെയും ഹല്ലേലൂയ കടന്നു വന്ന എല്ലാവരുടെ മേലും ഹല്ലേലൂയ ശേഷമുള്ള ഞങ്ങളുടെ പ്രിയമുള്ളവരുടെ മേലും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്മേലും കർത്താവിന്റെ സാന്നിധ്യത്തെ കർത്താവിന്റെ വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം.